മലയാളത്തിലെ ഇക്കാലത്തെ മികച്ച ക്ലാസിക് ചിത്രങ്ങളിലൊന്നാണ് മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമ 1993-ലാണ് റിലീസായത്. മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡ് അടക്കം ഈ സിനിമ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് മലയാളത്തിൽ നിന്ന് റീമേക്ക് ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് മണിച്ചിത്രത്താഴ്. 2 യൂണിറ്റ് സംവിധായകർ ചേർന്ന് സിനിമ സംവിധാനം ചെയ്തു. മെയിൻ യൂണിറ്റിൽ ഹാസിലായിരുന്നു സംവിധാനം നിർവഹിച്ചത്. സെക്കൻഡ് യൂണിറ്റിൽ സിദ്ദിഖ് ലാൽ, സിബി മലയാൾ, പ്രിയദർശൻ എന്നീ സംവിധായകരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമയബന്ധിതമായി സിനിമ പൂർത്തിയാക്കുന്നതുകൊണ്ടാണ് 2 യൂണിറ്റായി സിനിമ ചിത്രീകരണം നടന്നത്. മണിച്ചിത്രത്താഴ് എന്നും പുതുമ നിലനിർത്തുന്നത് എന്റെ റിപ്പീറ്റ് വാല്യൂവാണ്. എത്ര കണ്ടാലും മടുക്കാത്തൊരു സിനിമയായാണ് മണിച്ചിത്രത്താഴ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്നാണ് ഓരോ കാഴ്ചയിലും പ്രേക്ഷകന് പുതുതായി എന്തോ നൽകാൻ സാധിക്കുന്നുണ്ട് എന്നത്. സിനിമയുടെ സംഗീതം കഥാഗതിയോട് ഇണങ്ങിച്ചേർന്ന് അതിലും ഒരു ഡീറ്റെയിലിംഗ് നിലയാണ് സംവിധായകൻ എടുത്തിട്ടുള്ളത്. മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രം. ലോക സിനിമയ്ക്ക് മുമ്പിൽ മലയാള സിനിമയുടെ നിന്ന് പറഞ്ഞ് കാണിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് മണിച്ചിത്രത്താഴ് എനിക്ക് തോന്നിയിട്ടുള്ളത്.